എന്തുകൊണ്ട് ആര്യ എന്ന് ചോദിച്ചാൽ ഞാനും മുരളിച്ചേട്ടനോടുള്ള പല ഡിസ്കഷനിലും വന്നിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ കടവുൾ. ചെയ്യാനൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഇതൊരു വേറൊരു ലാൻഡ്സ്കേപ്പും വേറൊരു ആളുകളും വേറെ ഒരു കൾച്ചറിനെ പറ്റി പറയുന്ന സിനിമ. ആ സിനിമ ഈ സിനിമ ഒരേ കാശ് കൊടുത്താൽ കാണുന്നത്. ആക്ഷന് പ്രാധാന്യമുള്ളൊരു സിനിമയും കൂടിയാണ്. ഞാൻ ആദ്യമേ മാസ്റ്ററോട് ഡിസ്കസ് ചെയ്തിരുന്നു, എനിക്ക് ആ ബിൽഡപ്പ് ഇങ്ങനെ വേണം. അങ്ങനെ മുരളിച്ചേട്ടനോട് ഞാൻ ചോദിക്കായിരുന്നു, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പം അനന്തൻകാട് ഭയങ്കര ഹിറ്റാണെങ്കിൽ അടുത്ത സിനിമ ഭയങ്കര ഈസിയാണ്. ഞാൻ എപ്പോഴും പറയും, ഓടി കിടന്ന് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയം ഈ പരിപാടി നിർത്തുക, കാരണം മറ്റുള്ളവരോട് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ഒരു റൈറ്റർ ഹാപ്പി ആവും എന്ന് പറയുന്നതാണ് ഏറ്റവും, കാരണം ഒരിക്കലും റൈറ്റർ ഹാപ്പി ആവാറില്ല. ഇവിടുത്തെ ഒരു ഹീറോ ഈ സിനിമയ്ക്ക് സൂട്ടബിൾ അല്ല എന്ന് വെച്ചാൽ അതൊരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ് സംസാരിക്കുന്ന തമിഴനാണ്. ഒരുപാട് വിഷമിച്ച സമയമാണ്. ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നല്ലൊരു സിനിമ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എനിക്ക് പറയേണ്ടത് സിനിമയിലൂടെ മാത്രം പറയുന്ന ഒരാളാണ്. അത് പിന്നെ ആര് പറഞ്ഞാലും പറയരുതെന്ന് പറഞ്ഞാലും ഞാൻ പറയും. ക്യൂ സ്റ്റുഡിയോയിൽ GN കൃഷ്ണകുമാർ, സ്വാഗതം. ആദ്യമേ ചോദിക്കാനുള്ളത്, ചെയ്ത സിനിമകൾ നമ്മൾ ഫിൽമോഗ്രാഫി വൈസ് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ സിനിമ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വലുപ്പത്തിലും ഈ സിനിമകളെല്ലാം ലൈക്ക് സ്കെയിൽ വൈസ് ഭയങ്കര വലുപ്പമുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അനന്തൻകാട് വരുന്നു. ഉറപ്പായിട്ട് എനിക്കതിൽ ഹുക്ക് എന്ന് പറയുന്നത് മുരളിച്ചേട്ടൻ പറഞ്ഞ ഒരു ഒറ്റ കോട്ടായിരുന്നു. ട്രിവാൻഡ്രത്തിന്റെ പഴയ പേരായിരുന്നു അനന്തൻകാട് എന്നുള്ളത്. അങ്ങനെ ഒരു കാടായിരുന്ന, അല്ലെങ്കിൽ അത്രയും റൂട്ടഡ് ആയ മറ്റൊരു പേരിൽ നിലനിന്നിരുന്ന ഒരു പ്രദേശം. ആ പ്രദേശം ഒരു പക്ഷേ ട്രിവാൻഡ്രം ആയതിന്റെ പുറകിലെ കഥയായിരിക്കാം, എനിക്കറിയത്തില്ല. തമിഴ് മലയാളം കൾച്ചറിന്റെ ഒരു മിക്സ്ചർ, ഇത്രയും ആക്ഷൻ സീക്വൻസുകൾ, ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെയൊരു സിനിമ മൗണ്ട് ചെയ്തെടുത്ത് ഷൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് റിലീസിലെത്തി നിൽക്കുമ്പോൾ ഡയറക്ടറുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, സൈക്കോളജി എന്താണ്, സാറ്റിസ്ഫാക്ഷൻ ആണോ, സ്ട്രെസ് ആണോ, ടെൻഷൻ ആണോ, എന്താ കറന്റ്ലി ഒരു മൂഡ് എന്താ? ഒരു ഏകദേശം ഒരു 2 വർഷം ആയിട്ടുണ്ട്, 2-2.5 വർഷത്തോളമായി ഈ പ്രോജക്റ്റിലേക്ക് കയറിയിട്ട്. അപ്പം ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്. അതാണ് ഏറ്റവും രസമുള്ള ഒരു സമയം. നമ്മൾ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു ഡിസ്കഷൻ, അത് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഇപ്പം ചെയ്യാനൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഇതൊരു വേറൊരു ലാൻഡ്സ്കേപ്പും വേറൊരു ആളുകളും വേറെ ഒരു കൾച്ചറിനെ പറ്റി പറയുന്ന സിനിമ. അപ്പോൾ അത് തിരുവനന്തപുരം എനിക്ക് വളരെ പരിചിതമുള്ളൊരു സ്ഥലമാണ്. ഞാൻ കുട്ടിക്കാലത്ത് കാണുന്നതും യാത്രയിലും നമ്മുടെ കൺമുന്നിൽ കണ്ട കുറേ കഥാപാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരം വളരെ ഈസിയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില ടെറൈനിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചില ആളുകളും ചില കൾച്ചറും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പേപ്പറിലാവുന്ന സമയത്തും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഡിസൈനാണ്, ഇങ്ങനെ വേണമെന്നുള്ളത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, പോയി ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളത് തന്നെ ഒരു വളരെ പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷെ അത് വലിയ ചലഞ്ചാണ് ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്യുക. കാരണം ഇതിനകത്തുള്ള പല സീക്വൻസുകളും ഏകദേശം ഒരു 32,000 പേരെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പ്രീവിയസ് സിനിമകളിൽ ചെയ്തിട്ടില്ലാത്ത ചില സീക്വൻസുകൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ അതിൻ്റെ CG സപ്പോർട്ട് വരണം. അപ്പം പിന്നെ പോയി ഇത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് നമുക്ക് ഇപ്പം സ്ക്രീനിൽ കാണാൻ പോകുന്നതിൻ്റെ ഒരു 50 ഇല്ലെങ്കിൽ ഒരു 70% ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്തൊരു 40 ഇല്ലെങ്കിൽ 30% ആഡ് ഓൺ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു അങ്ങനെയുള്ള സീക്വൻസുകളുണ്ട്. ആഡ് ഓൺ ആകുമ്പോഴാണ് ഇതാണ് വരുന്ന. അപ്പൊ അതിനോടുള്ളൊരു എക്സൈറ്റ്മെന്റ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണല്ലോ. അതെ, അവരുടെ ടീം. പക്ഷെ ആ CG ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും എല്ലാവരും കമന്റ് ചെയ്യാറുണ്ട്, CG നന്നായില്ല അല്ലെങ്കിൽ അത് നന്നായില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മുടെ പരിമിതി എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഹോളിവുഡ് സിനിമ കണ്ടിട്ടാണ് ഈ അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടെയുള്ള പല സോഫ്റ്റ്വെയറുകളും പല എക്യുപ്മെന്റ്സും ഒന്നും നമുക്ക് ഇപ്പോഴും നമ്മുടെ സിനിമയിലേക്ക് അവൈലബിൾ അല്ല. ഇന്ത്യൻ സിനിമയിലേക്ക് അവൈലബിൾ ആണെങ്കിൽ കൂടി അത് ഹിന്ദി സിനിമകളിലായിരിക്കും. ഇവിടെ അതിൽ നിന്നും കുറച്ചുകൂടി അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോഴും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കമ്പാരിസൺ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ ആ സിനിമ കണ്ടു, അതിൽ ആ CG പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ ടിയാനും അനന്തകാട് നോക്കുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇത് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കാശ് കൊടുത്ത് തിയേറ്ററിൽ പോകുന്നവർക്കോട് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു ഇന്റർവ്യൂവിൽ പറയാനില്ലെങ്കിൽ ഇങ്ങനെ പറയാന്നല്ലാതെ പറയാൻ പറ്റില്ല. അവർക്ക് അവരെ ആവശ്യമില്ല. അപ്പം അത് കണ്ട് ഫൈനൽ ചെയ്യാനുള്ളൊരു, അത് കണ്ട് ഓക്കെ ഇത് പെർഫെക്റ്റ് ആയി
എന്ന് പറയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ ഷൂട്ടിംഗ് കുറച്ച് ആക്ഷൻ സീക്വൻസും ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഫിസിക്കലിയും കൂടി നമ്മൾ മെന്റലി അല്ലാതെ തന്നെ ഫിസിക്കലി ഇതിനകത്ത് നമ്മുടെ ഔട്ട്പുട്ട് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ഷൂട്ടിംഗ് ഏരിയ മൊത്തം. സിനിമ കാണുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് അത്രയും ചലഞ്ചസ് എന്ന് പറയുന്നതെന്ന്. അങ്ങനെയുള്ള കുറേ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴും ഈ ടെൻഷൻസ് ഉണ്ട്. കാരണം ഇത് ഡബ്ബിങ്ങോ നോർമൽ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബ്ബിങ്ങോ ഇല്ലെങ്കിൽ അതിൻ്റെ RR ചെയ്യിക്കലോ ഒന്നുമല്ല. ഇതിൻ്റെ CG വർക്കുകൾ, ഇതിൻ്റെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ വെക്കേണ്ട സമയമുണ്ട്. അപ്പോൾ അതിനും കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അജിനേഷ് ലോകനാഥാണ് മ്യൂസിക്. അപ്പോൾ പുള്ളിയായിട്ടുള്ളൊരു അസോസിയേഷൻ. അപ്പോൾ ഇങ്ങനെ അതെല്ലാം ചെയ്ത് ഫസ്റ്റ് കോപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താണോ 2 വർഷം മുമ്പ് നമ്മൾ പേപ്പറിൽ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരിക്കണം സിനിമ എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു ഒരു പൂർണ്ണ തൃപ്തിയിലാണ് ഇപ്പം ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഒക്കെ പറഞ്ഞപ്പോഴേ കണക്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം പ്രിയൻ സാറ് നമ്മുടെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, മലയാളം സിനിമയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റാണ്. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് സ്റ്റീവൻ സ്പിൽബർഗ് ആണ്. അതിലാണ് നമ്മുടെ ഏത് സ്കെയിലാണെങ്കിലും ഏത് കോണ്ടന്റിലുള്ള സിനിമയും പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഇതിലാണ്. ഡയറക്ടർക്ക് വലിയ ചലഞ്ചാണ്. അതെ, ഞാൻ എപ്പോഴും പറയും, അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൈസക്കപ്പുറം ആ ടെക്നോളജി ഇവിടെ എത്തിയിട്ടില്ല. നമുക്കത് വന്നിട്ടേ ഇല്ല. നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. ഇപ്പൊ ചില സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് തന്നെ ആനിമൽ, അത് പറയുമ്പോൾ വീണ്ടും പറയേണ്ടി വരും. അതിൻ്റെയൊക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള ചെയ്യേണ്ട, അവിടെ ഒരു കീവേഡ് അടിക്കുകയോ ഇല്ലെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ എക്സാക്ട് പെർഫെക്ഷനിൽ കിട്ടുന്ന സാധനങ്ങളുള്ള സോഫ്റ്റ്വെയർ നമുക്കില്ല, വന്നിട്ടില്ല. അത് വരും, അതിന് അടുത്തടുത്തേ വരുള്ളൂ. അവരേറ്റവും അവരുടെ സിനിമയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഇതില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നമുക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല. അവരെന്ന് വെച്ചാൽ അവരിപ്പോൾ അങ്ങനെയുള്ള ആനിമേറ്റഡ് സിനിമകളോ അല്ലെങ്കിൽ CG ചെയ്യുമ്പോൾ അവർ അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. ആ സോഫ്റ്റ്വെയർ ഒന്നും അവർ കൊടുക്കില്ല. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ ഒരു 5 റൗണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് പക്ഷെ കമ്പാരിസൺ വരുമ്പോൾ ഇത് വെച്ചിട്ട് അവര് സംസാരിക്കുന്നത്. അതാണ് ഇത് പറയുന്നവരുടെ കുറ്റമല്ല കേട്ടോ. അവർ പറയുന്നവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് ആ സിനിമ ഈ സിനിമ ഒരേ കാശ് കൊടുത്താ കാണുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഈ ഫൈറ്റ് സീക്വൻസ് പറ്റി പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമ കൾച്ചറിൽ ഫൈറ്റ് എന്നുള്ളത് ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഭയങ്കര പ്രധാനപ്പെട്ട എലമെന്റായി തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ ആദ്യകാലങ്ങൾ മുതലുള്ള സിനിമകൾ, ഇപ്പം നമ്മളിപ്പോഴും പറയുന്ന ഒരു ഷോയിലെ ഒരു ടെംപ്ലേറ്റ് മാസ്റ്റർ പീസ് ആണ്. അവിടെ തൊട്ട് എടുത്താൽ, അതിന് മുന്നേ ഉണ്ട്, അവിടെ തൊട്ട് എടുത്താൽ പോലും നമ്മൾ എത്രയോ സിനിമകളിൽ പല ഇമോഷനിലുള്ള പല തരത്തിലുള്ള ഫൈറ്റുകൾ കണ്ടിട്ടുണ്ട്. അത്ര തന്നെ ഇപ്പോൾ നിങ്ങളാണെങ്കിലും സിനിമ കണ്ട് പരിചയിച്ച് ഇഷ്ടപ്പെട്ട വരുന്ന പ്രായത്തിലൊക്കെ ആക്ഷൻ സിനിമകൾ കണ്ടിട്ടുണ്ടാവാം. അവിടെ നിന്ന് ഒരു ഫിലിം മേക്കർ ആവുന്നു, ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്തേക്ക് ഫൈറ്റ് ഷൂട്ട് ചെയ്യാന്നുള്ളത് അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാം, ഉറപ്പാണ്. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയ പ്ലാൻ ഉറപ്പായിട്ടും ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്. അവിടെ നിങ്ങളൊരു റാപ്പ് വർക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ വേണം, ഇങ്ങനൊരു ഷോട്ട് അയാൾ വീഴണം. ആ പ്രോസസ് എങ്ങനെയാണ് ഒരു ഫ്രം ടെക്സ്റ്റ് ടു വിഷ്വലി ഒരു ഫൈറ്റിനെ കൊറിയോ ചെയ്ത് ഷൂട്ട് ചെയ്ത് വരുന്നതിന് ഡയറക്ടർ, ആക്ഷൻ കൊറിയോഗ്രാഫർ, ഇതിന്റെ വിഷനറി എന്നുള്ള രീതിയിൽ? ഞാൻ ഇതിന്റെ അനുഭവം പറയാം. പല സിനിമകളിലും പലതാണ്. ഓരോ സിനിമകളിലും ഓരോ രീതിയാണ്. ഞാൻ കോളേജിലൈസ് ചെയ്തതുപോലെ അല്ല ഇപ്പോൾ. അതെ, കോളേജിലൈസ് എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന പല എക്യുപ്മെന്റ്സും അന്നില്ല. എക്യുപ്മെന്റ്സ് ഇല്ല. ഇപ്പൊ സ്റ്റഡി ക്യാം ഉണ്ട്, സ്റ്റഡി ക്യാം പോലും മാറി. സ്റ്റഡി ക്യാം പോലും അന്ന് ഫാൻഡോ ഇല്ല, ക്യാമറ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് മാറിയിട്ടുണ്ട്. അതിനപ്പുറം ഇന്നത്തെയും വ്യത്യാസം. ഇപ്പൊ അനന്തങ്കാടിലേക്ക് വന്നാൽ അനന്തങ്കാടിലേക്ക് പോകുമ്പോൾ ഇപ്പം ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഫൈറ്റ് വെക്കണം, ഇപ്പൊ ഒരു ഹീറോയായ ഒരു ഫൈറ്റ് വേണം, ഇല്ലെങ്കിൽ അവിടെ പോയി ഒരു അടി വേണമെന്ന് അങ്ങനെ എൻ്റെ ഒരു സിനിമയിലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ എൻ്റെ തൊട്ടു മുന്നിലുള്ള സിനിമയുണ്ട് റൺബേബി. അതില് ഹീറോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ബാങ്ക് ഉദ്യോഗസ്ഥൻ 3 ഗുണ്ടകൾ വന്ന് അടിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ആർജി ബാലാജിയോട് പറഞ്ഞത് ഇതിനകത്ത് ഫൈറ്റ് ഇല്ല, സ്ട്രഗിൾസേ ഉള്ളൂ. അപ്പൊ ചെറിയ ആ പടം കണ്ടാൽ അറിയാം, അതിനകത്ത് അടിയൊന്നും വെച്ചിട്ടില്ല, ചെറിയ സ്ട്രഗിളുകളാണ്, പിടിച്ചു തള്ളുകളാണ്. അപ്പൊ ഞാൻ എപ്പോഴും അത് കുറച്ച് എനിക്ക് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഈ സിനിമ അനന്തങ്കാടിലേക്ക് വരുമ്പോൾ അനന്തങ്കാട് ആക്ഷന് പ്രാധാന്യമുള്ളൊരു സിനിമയും കൂടിയാണ്, ആക്ഷനും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ആദ്യമേ നമ്മളൊരു ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ
ഇപ്പോൾ ഇന്റർവൽ പഞ്ച് വെറുതെ ഒരു ഉം. ഉദാഹരണം പറയാം. ഇന്റർവൽ പഞ്ചിൽ ഒരു സീക്വൻസ് ഉണ്ട്. ഉം. ഈ സീക്വൻസിന്റെ ആക്ഷൻ ഇതാണ്. ഉം. ഇവിടെ ആക്ഷന്റെ പ്രാധാന്യം ഇതാണ്. അവിടെ ഒരു അങ്ങനെ അടിയുണ്ട്. ഇങ്ങനെ ഫൈറ്റ് ഇതാണ്. ഫൈറ്റ് സീക്വൻസ് ഉം. ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്ത സ്റ്റേജ് ഒരു ഡയറക്ടർ സ്റ്റേജ് എന്താന്ന് വെച്ചാൽ ഉം. ഡയറക്ടർ ഒരു ഡിസൈൻ ഉണ്ട്. ഉം. അതായത് എനിക്ക് ഈ ഫൈറ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഉം. അതായത് ഇപ്പോൾ ഈ സിനിമ എടുത്താൽ ഈ സിനിമയിൽ അവിടെ ആ ഫൈറ്റിനുള്ളിൽ പറയേണ്ട കുറേ ആ, കാര്യങ്ങളുണ്ട്. yes. ചില റിയാക്ഷൻസ് ഉണ്ട്. അവിടെ ഹീറോ എങ്ങനെയാണ് ഇടപെടുന്നത്, ഇമോഷൻസ് മൊത്തം ആ emotion കൺട്രോൾ ഡയറക്ടർ ആണ്. ആ ഇമോഷൻസ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ, അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ്. ഒരു മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ റിയാക്ഷൻസോ ഇല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആളുടെ റിയാക്ഷൻസോ ഒന്നും പ്രാധാന്യമില്ല. അവർക്ക് ഇത് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കും ആ ഫൈറ്റിന് മാത്രം. അതിങ്ങനെ അതിൻ്റെ ഇമോഷൻസ് ഇതാണ്, അതിൻ്റെ ഇമ്പാക്ട്. നമ്മളൊരു ഇടിക്കുന്നതിലല്ല, അത് കണ്ടു നിൽക്കുന്ന ആളുടെ റിയാക്ഷനിലാണ് കൂട്ടേണ്ടതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ആളുടെ ഓ എന്ന് പറഞ്ഞാൽ ആ ഇടി പവറായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഇതായതിനു ശേഷം മാസ്റ്ററുമായിട്ട് ഇരിക്കും. മാസ്റ്ററോട് നമ്മുടെ ബ്രീഫ് ആദ്യം പറയും. എനിക്ക് ഇതാണ് വേണ്ടത്, ഇതിൻ്റെ ഒരു ബിഗിനിങ് ഇതാണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യണം, അതിൻ്റെ എൻഡ് ഇതാണ്, ആ ഫൈറ്റിൻ്റെ എൻഡ് ഇതാണെന്ന് പറയും. അത് കഴിഞ്ഞാൽ മാസ്റ്റർ ചില ഐഡിയാസ് നമ്മളോട് ഇങ്ങോട്ട് പറയും. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള എപ്പോഴും എനിക്ക് കംഫർട്ടായ മാസ്റ്റേഴ്സിനാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ശക്തി ശരവണൻ എന്ന് പറഞ്ഞൊരു മാസ്റ്ററാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്നോട് ഇതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നത് പീറ്റർ ഹെയ്ൻ അവരുടെ തൊട്ടു മുമ്പുള്ള പടം ചെയ്ത മാർക്ക് ആന്റണി ചെയ്തതാണ്, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞ അല്ല, എനിക്ക് ആ മാസ്റ്റർ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, അപ്പം ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറും കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് ശക്തി ശരവണൻ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ശക്തി ശരവണൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ ഇത്തരം ഫൈറ്റുകൾ. പുള്ളി നല്ല മാസ്റ്ററാണ്, വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ ഒരു കുറേ ദിവസങ്ങളിൽ സംസാരിക്കും. പുള്ളി ചില റെഫറൻസുകൾ കാണിച്ചിരും, പുള്ളി ചെയ്ത സിനിമകളും അല്ലാത്തതും. അപ്പം നമ്മൾ ആ റെഫറൻസിനപ്പുറം നമ്മുടെ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിനൊരു 3-4 ദിവസം മുന്നേ നമ്മുടെ സിനിമയുടെ ഷൂട്ട് നടക്കുകയായിരിക്കും. ആ സമയത്ത് അവരൊരു ടീം വരും. ടീം വന്നിട്ട് അവർ നമ്മളോട് പറയും, ഇടയ്ക്ക് നമ്മുടെ ബ്രേക്ക് ടൈമിനോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ വന്നിട്ട് പറയും, ഞാൻ അവരൊരു പ്ലാൻ കാണിച്ച് തരും, ഇതാണെന്ന്. അതിനകത്ത് നമുക്ക് വേണ്ടാത്തത്, ആ സിനിമയ്ക്ക് വേണ്ട എന്ന് തോന്നുന്നു ടോട്ടാലിറ്റി നമുക്കേ അറിയൂ സിനിമയുടെ. അപ്പോൾ ആ ടോട്ടാലിറ്റിക്ക് വേണ്ടാത്തത് നമ്മൾ വേണ്ടാന്ന് പറയാം, ഇല്ലെങ്കിൽ അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതിന് ശേഷം ക്യാമറമാനുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ്, എല്ലാ ഫൈറ്റിനും എല്ലാ എക്യുപ്മെന്റ്സും ആവശ്യം. ഇപ്പോൾ ബോൾട്ട് ആവശ്യമില്ല, ആ സീക്വൻസിന് ആവശ്യമില്ലെങ്കിൽ വേണ്ട, ഫാൻറ്റം ആവശ്യമുണ്ട്, അത് എത്ര ദിവസം വേണം, കാരണം നമ്മുടെ സിനിമയുടെ ബഡ്ജറ്റാണ് ഇഷ്യൂ. അതുകൊണ്ടാണ് ഇത്. ഇപ്പം ചിലപ്പോൾ ഒരു ഹിന്ദി സിനിമ ചെയ്താൽ ഈ 10 ദിവസം കൊണ്ട് ഫൈറ്റിങ് 10 ദിവസം കൊണ്ട് ഫാൻറ്റം ഉണ്ടാവും. പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ അഫോർഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് എത്ര ദിവസം വേണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ചെയ്യും. അപ്പോൾ ഒരു വ്യക്തമായ പ്ലാനോടെ ആയിരിക്കും ഫൈറ്റ് സീക്വൻസിലേക്ക് ഇറങ്ങുന്നത്. കാരണം അത് ചെന്നൈയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന, അവരുടെ ബേറ്റ. ഒരു ഡയറക്ടർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, അതുകൊണ്ടാ പറയുന്നത്. അതെ, ഇവരുടെ ബേറ്റ കൂടും, അവരുടെ കോൾ ഷീറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു പ്ലാൻ. ഈ ഫൈറ്റ് പറഞ്ഞതുകൊണ്ട് ഇതിലൊരു ഉദാഹരണം എന്ന പോലെ എനിക്ക് ചോദിക്കാവുന്നത്, ടിയാനിലെ പൃഥ്വിയുടെ ക്യാരക്ടറിന്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് തിയേറ്റർ മൊമെന്റും എനിക്ക് ഓർമ്മയുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈം എടുത്ത് അതിൽ സ്ലോ മോയിൽ വർക്ക് ചെയ്ത് അയാളെ കൊണ്ട് ഇത് സാധിക്കും എന്ന് പ്രൂവ് ചെയ്യുന്ന പോയിന്റ് ആണ്. ആ ഫൈറ്റിന്റെ ഒരു കോർ മെമ്മറി എന്താ ശരിക്കും? അത് അൻവറു മാസ്റ്റർ ആണ്. അൻവറു മാസ്റ്റർ ആക്ച്വലി ഞാൻ മദ്രാസ് പടം കണ്ടിട്ടാണ് അവരെ വിളിക്കുന്നത്. അപ്പൊ അന്ന് അൻവറു മാസ്റ്റർ ഇത്ര ഭയങ്കര ആയിട്ടുള്ള പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പൊ ഈ ശക്തി മാസം എന്റെ റീഡിംഗ് അനുസരിച്ച് സിനിമ നന്നായി വരികയും ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്താൽ മാസ്റ്ററും അതുപോലെ ആവാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പൊ അന്ന് അൻവറു മാസ്റ്ററെ ഞാൻ വിളിക്കുമ്പോഴും ഞാൻ തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ നേരിട്ട് വിളിച്ചിട്ട് അവരെ പടം കണ്ടിട്ട്, അതിന് മുമ്പുള്ളൊരു പടം കണ്ടിട്ട് എനിക്ക് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് വെച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അന്ന് ഇതുപോലുള്ള എൻ്റെ എല്ലാ സിനിമകളിലും ഇങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസുകൾ എനിക്ക് കുറച്ച് ഞാൻ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അവരന്ന് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പൊ പക്ഷെ ആ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ മാസ്റ്ററോട് ഡിസ്കസ് ചെയ്തിരുന്നു, എനിക്ക് ആ ബിൽഡപ്പ് ഇങ്ങനെ വേണം. അപ്പൊ നമുക്കറിയാലോ, അത് ഈ അവിടെ ഒരു RR ഇങ്ങനെ ഇടാൻ, RR വരും, ഇങ്ങനെ ഒരു ബിൽഡപ്പ് കൊടുക്കണം. രാജുവിന്റെ ആ സെക്കൻഡ് ഹാഫിലെ ഇൻട്രോ ആണ്. അപ്പൊ അതിനൊരു ഇത്രയും വേണം, ഇത്രയും സ്പേസിങ് വേണം. അങ്ങനെ അതൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് വെച്ചിട്ടാണ് അത് ചെയ്തു തന്നത്. അതിനകത്ത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ അന്ന് മാസ്റ്റർ പറഞ്ഞിരുന്നത് നമുക്ക് അതിനകത്ത് കുറെ
എലിമെന്റ്സ് കൊടുക്കണം. ഇപ്പോൾ വെള്ളം കൊണ്ട് അയാൾ രക്ഷപ്പെടുന്നു, കാറ്റ് കൊണ്ട് രക്ഷപ്പെടുന്നു, അങ്ങനെയുള്ള ഇപ്പൊ തീ കൊണ്ട് രക്ഷപ്പെടുന്നു. അപ്പോൾ അത് ചിലപ്പം ഈ ടിയാൻ മൊത്തത്തിൽ അങ്ങനെ ലേസ് കൊണ്ടുള്ള സിനിമയാണ്. അത് എത്ര പേർക്ക് മനസ്സിലായി. അപ്പൊ അത് ഫൈറ്റ് കണ്ടാൽ അറിയാം. അത് തീ കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. മറ്റേ ആ ഇലക്ട്രിക് പോസ്റ്റിൽ അടിച്ചിട്ട് കാറ്റ് മറ്റൊരു ടയറിൽ കുത്തിയിട്ട് കാറ്റ് കൊണ്ട് കാരണം വീഴുന്ന ഒരാൾ കാറ്റിലാണ്, ആ ടയറിലെ കാറ്റിലാണ് പോകുന്നത്. പിന്നെ വെള്ളത്തിൽ വീഴുന്നത്, അങ്ങനെയുള്ള എലിമെന്റ്സ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പം കാണുന്ന എല്ലാവർക്കും അത് കണക്ട് ആവുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ആ ക്യാരക്ടർ രക്ഷപ്പെടുത്തുന്ന ഒരു അതായത് ആ അടിക്കുമ്പോഴും അസ്ലൻ മുഹമ്മദിന് എവിടുന്ന് ഒരു പവർ മീൻസ് അയാൾക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ള ഒരാളാണ് എന്നുള്ളതാണ് ആ കഥാപാത്രം. അപ്പൊ ആ കഥാപാത്രം ബാക്കിയുള്ള ഈ എർത്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു എലിമെന്റ്സ് അതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇതെല്ലാം പറയുന്ന സമയത്തേക്ക് ഇപ്പൊ അനന്തങ്കാടും വരുമ്പോൾ അതിൽ വളരെ സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ സ്ട്രോങ് കൊളാബറേഷൻ എന്ന് പറയാൻ പറ്റുന്നത് മുരളി ഗോപി GN കൃഷ്ണകുമാർ എന്നുള്ളൊരു കോംബോയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പല കഥകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം, അതിൽ ക്രാക്ക് ചെയ്യുന്നതും ലോക്ക് ചെയ്യുന്നതും കഥ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സിനിമയായിട്ട് നമ്മൾ കാണുന്നത്. മുരളി ഗോപി ആസ് എ റൈറ്റർ, സുഹൃത്ത്, എങ്ങനെയാ നിങ്ങളുടെ ഒരു റാപ്പോ സെറ്റ് ആവുന്നത്, നിങ്ങളൊരു കഥയിൽ ലാൻഡ് ചെയ്യുന്നത്, ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്? അതൊരു വലിയ പ്രോസസ്സാണോ, ലോങ് ടൈം ആണോ, എന്തത്? സിനിമ ചെയ്യുന്നത് ഒരു വലിയ പ്രോസസ് അല്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു മൂത്ത ചേട്ടനെ പോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് മുരളിച്ചേട്ടൻ. അപ്പം ഞങ്ങൾ കാഞ്ചി മുതലാണ് പരിചയം. അതിന് മുന്നേ പരിചയമുണ്ട്, പക്ഷെ കാഞ്ചിയിലാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാഞ്ചി കഴിയുമ്പോഴാണ് ഞാൻ കാഞ്ചിയുടെ ലൊക്കേഷൻ വെച്ച് ഇന്ദ്രനോടാണ് ഞാൻ ടിയാൻ്റെ തോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിനിമ ചെയ്യണം, അതായത് ഇപ്പം ടിയാൻ കാണുന്ന തോട്ടല്ല, എനിക്ക് അങ്ങനെ ഒരു സിനിമ എന്നുള്ള കാര്യം സംസാരിക്കുന്നത്. പക്ഷെ ആ മുരളിച്ചേട്ടനും ആ സെറ്റിലുണ്ടായിരുന്നുകൊണ്ട് മുരളിച്ചേട്ടനും ആ ഡിസ്കഷനിൽ ഭാഗമായി. അങ്ങനെ മുരളിച്ചേട്ടനോട് ഞാൻ ചോദിക്കായിരുന്നു, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മുരളിച്ചേട്ടൻ പറഞ്ഞു നോക്കാം, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ചി കഴിയുന്ന സമയത്താണ് മുരളിച്ചേട്ടൻ എനിക്ക് ഈ നമ്മൾ ഈ ടിയാനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ടിയാൻ മുതൽ ആ ബോണ്ടിങ് റൈറ്റർ ഡയറക്ടറായി. അതിനു മുമ്പ് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമായിരുന്നെങ്കിൽ റൈറ്റർ ഡയറക്ടർ ബന്ധം എപ്പോഴും ഭയങ്കര അടുപ്പമുള്ള ബന്ധമാണ്. അപ്പം ആ ബന്ധത്തിനപ്പുറം ഞങ്ങൾ തമ്മിൽ എപ്പോഴും കാണുകയും സംസാരിക്കുകയും എല്ലാ വിഷയങ്ങളും സംസാരിക്കുകയും, രാഷ്ട്രീയവും സാമൂഹികവും എല്ലാ വിഷയങ്ങളും സംസാരിക്കുമ്പോൾ സിനിമ മാത്രം അല്ല നമ്മുടെ ചർച്ചയ്ക്കിടയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈ തോട്ട് ടിയാൻ കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരു തിരുവനന്തപുരത്തിന്റെ സോളിലുള്ള ഒരു സിനിമ ചെയ്യണമെന്നും നമുക്കിങ്ങനെ തിരുവനന്തപുരത്തിന്റെ ചില കഥാപാത്രങ്ങൾ മുരളിച്ചേട്ടൻ എപ്പോഴും എന്നോട് ഒരു കഥാപാത്രത്തെ തിരുവനന്തപുരത്ത് പുള്ളി കണ്ടു പറഞ്ഞ ഒരു കഥാപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് അപ്പം തന്നെ പറഞ്ഞാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു സിനിമ ചെയ്യണം. ഈ അനന്തൻകാടിന്റെ കഥയല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പലപ്പോഴും ഈ കോവിഡ് ടൈമിനെല്ലാം നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറച്ചുകൂടി ഒരു രൂപമായി. അപ്പൊ നമ്മൾ ഇങ്ങനൊരു സിനിമ ഇത് മാത്രമല്ല, ഒരുപാട് സിനിമകളെ പറ്റിയും പല ചർച്ചകളും ഈ പല തോട്ടുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും സിനിമയാവണം ഇനി ചിലപ്പോൾ ഇനി ഭാവിയിലും ഒക്കെ അയക്കാം. ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും തോട്ടായിരിക്കും ചിലപ്പോൾ പിന്നെ ഭാവിയിൽ സിനിമയാവുന്നത്. പക്ഷെ ഇപ്പൊ ഇതിലേക്ക് ഇത് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട് ആ കോവിഡ് ഒക്കെ കഴിയുന്ന സമയത്ത്. അങ്ങനെ ഇതിലേക്ക് വന്നു. പിന്നെ ഇത് ഒരു പ്രൊഡക്ഷൻ വന്ന് ശരി ഇതാണ് നമ്മൾ ചെയ്യുന്ന സിനിമ എന്ന് തീരുമാനിക്കുന്നിടത്താണ് സത്യത്തിൽ ആ സിനിമ ഓണാവുന്നത്. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റിലേക്ക്, പിന്നെ അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകും. ഒരു തോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷനായി എല്ലാം നമ്മൾ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ അതിന്റെ ഒരു ഓൺലൈനിലേക്ക് പോയി അതൊരു വലിയ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകും. പിന്നെ മുരളിച്ചേട്ടൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ കഥ പറയലാണ്. അതായത് ഇതാണ് സിനിമ, ഇത്രയുണ്ട്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുത്താണ്. ഈ ഓൺലൈൻ രൂപപ്പെടുത്തി ഒരു കഥ ഫുള്ള് എഴുതിയിട്ട് എഴുതുന്ന ആളല്ല മുരളിച്ചേട്ടൻ. എൻ്റെ രീതി നേരെ തിരിച്ചാണ്. ഞാൻ സിനിമ എഴുതുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പേപ്പറിലാക്കാറേ ഇല്ല. അതായത് കൂടുതലും ഞാൻ രാത്രിയാണ് കൂടുതൽ എഴുതാനിരിക്കണേക്ക്. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ മനസ്സിൽ വയ്ക്കും. ഇപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയൊക്കെ എവിടെയെങ്കിലും മറന്നു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതല്ലാതെ എൻ്റെ മനസ്സിലുണ്ട് ആദ്യത്തെ സീൻ മുതൽ ഇങ്ങനെ. അപ്പൊ ഞാനൊരു സീൻ ഓർഡർ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻഡ് വരയ്ക്കും വയ്ക്കും. എൻഡ് വരയ്ക്കും വെച്ചിട്ട് അതിൻ്റെ ഇന്റർവെൽ എന്താണ്, എൻ്റെ ക്ലൈമാക്സ് എന്താണ്, അതിനിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് രൂപപ്പെടുത്തിയതിന് ശേഷം ആദ്യം ഒരു ഓൺലൈൻ സെറ്റ് ചെയ്ത് ഇട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത്. പക്ഷെ മുരളിച്ചേട്ടൻ നേരെ വേറൊരു രീതിയാണ് മുരളിച്ചേട്ടൻ്റെ രീതി. മുരളിച്ചേട്ടൻ എന്ന് വെച്ചാൽ ഇതാണ് ഓവറോൾ ഇതാണെന്ന് പറഞ്ഞതിന് ശേഷം
സീനായിട്ട് എഴുതി പോകും. എഴുതി തുടങ്ങും. അത് ഒന്നാമത്തെ സീൻ ഇതാണ്, അത് വിത്ത് ഡയലോഗ്സ് വിത്ത് സ്ക്രീൻ പ്ലേ എഴുതി പോകും. പിന്നെ അതിനുശേഷം ചില ഡിസ്കഷൻസ് വരും, ചില കറക്ഷൻസ് വരും, പക്ഷെ അത് സ്ക്രിപ്റ്റായിട്ട് എഴുതി തീർക്കും. ഇങ്ങനെയാണ് സിനിമ അങ്ങനെ ഉണ്ടാവുന്നത്. ഈ അനന്തങ്കാട് വരെ എത്തി നിൽക്കുന്ന ഈ ലോങ് ജേണി, നമ്മൾ നേരത്തെ പറഞ്ഞ 16 വർഷത്തെ സിനിമയൊപ്പം, അതായത് ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ അതിന് ശേഷമുള്ള ഒരു 16 വർഷത്തെ ജേണി, അതിന് മുന്നേ ഉള്ള ടൈം പീരീഡ് വേറെ, ആദ്യ സിനിമ എന്നുള്ളത് ഇപ്പോൾ കോളേജ് ഡേയ്സ്, ഇത് സംഭവിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ, അത് എഴുതിയതും സംവിധാനം ചെയ്തതും ജിയൻ ചേട്ടനായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്, ഈ പറഞ്ഞ ആദ്യ സിനിമ ഓണാക്കാനുള്ള സ്ട്രഗിളിനെ പറ്റി അറിയാം. അത് ഓണാക്കി എടുക്കുന്നത് എന്നാൽ തിയേറ്ററിൽ ഭയങ്കര വലിയ വിജയമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ആവറേജ് ആയിട്ട് ഒരു സേഫ് ലാൻഡിങ് ആണ് സിനിമ സംഭവിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് അടുത്ത സിനിമ ചെയ്യാനുള്ള ആ ഒരു ഇഗ്നിഷൻ ഉണ്ടല്ലോ, ഓക്കെ, അടുത്തത് ആ ഫയർ, ഈ ആദ്യ സിനിമ അവരുടെ ഇങ്ങോട്ടേക്കുള്ള ജേണി, അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളാണോ അതോ അതിലുണ്ടായിരുന്ന ഭയങ്കര സ്ട്രഗിൾ ആണോ? എങ്ങനെ ഒരു ഫസ്റ്റ് പടം, ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഓർത്തെടുക്കാൻ പറ്റും? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ അനന്തൻകാട് ഭയങ്കര ഹിറ്റ് ആണെങ്കിൽ അടുത്ത സിനിമ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അത് എല്ലാ മേക്കേഴ്സിനും അതെ. ഇപ്പൊ ഞാനൊരു 5 ഹിറ്റ് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഒരു ഫ്ലോപ്പ് ഉണ്ടായാൽ ആ ഫ്ലോപ്പിനെ പറ്റി എല്ലാവരും സംസാരിക്കും. പഴയ 5 ഹിറ്റിനെ പറ്റി ആരും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയിൽ മാത്രമുള്ളൊരു കാര്യം. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാ പേരെ പോലും തന്നെ എനിക്കും ആ സമയത്ത് കോളേജ് ഡേയ്സ് സമയത്ത് ഇപ്പൊ ഞാൻ എന്റെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് തന്നെ നല്ലതല്ലാന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല, എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. ഞാൻ അതിനൊരു പ്രശ്നമായിട്ടോ ഇഷ്യൂസ് ആയിട്ടൊന്നും ഞാൻ ഇന്നും കാണാറില്ല. അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ ചെയ്യുന്ന, എനിക്ക് സിനിമ ഇഷ്ടമാണ്, അപ്പം ഞാൻ സിനിമയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എഴുതാനും സിനിമ ഡയറക്റ്റ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അന്ന് അത് ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് പറയും, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ അവരോട് ഷെയർ ചെയ്യും, നിങ്ങളത് ഫൈറ്റ് ചെയ്യുക. അപ്പം എനിക്കറിയാം, ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സീനിയേഴ്സ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജേണി എനിക്ക് ഭയങ്കര ലക്കി ആയിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളൂ, പലരും ഡയറക്ടേഴ്സ് ആവാത്ത ആളുകളുണ്ട്, ഡയറക്ടേഴ്സ് ആയിട്ടില്ല. എൻ്റെ സീനിയേഴ്സായിട്ട് വളരെ വളരെ കഴിവുള്ള, ഞാൻ അവരിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ. അപ്പോൾ അവർ ഡയറക്ടേഴ്സ് ആവാത്ത ആളുകളുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകൾ ഡയറക്ടേഴ്സായി സിനിമ നിർത്തിപ്പോയ ആളുകളുണ്ട്. അപ്പം നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ സിനിമ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. 2, അത് വെറുതെ അല്ല, അതും പറയാം. തിരിച്ച് ഞാൻ എപ്പോഴും സിനിമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇന്നും രാവിലെ എൻ്റെ അസിസ്റ്റൻസിനോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ രാവിലെ അവർ കാണുന്നതാണല്ലോ, അവർ കുറേ കാലമായിട്ട് എൻ്റെ കൂടെ സ്ഥിരമുള്ള ആളുകളൊക്കെ കാണുന്നതാണ്. അപ്പം ഞാൻ സിനിമ അല്ലാതെ ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് എന്ന് എഴുന്നേറ്റാലും ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും സിനിമ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് റെഡിയാക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനെ കുറിച്ചോ, ഇപ്പോൾ സിനിമ ഓണായി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചോ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് അങ്ങ് മാറി നിൽക്കാറില്ല. അത് ഉപേക്ഷിച്ചിട്ട് സിനിമ മാത്രം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് സിനിമകൾ വരുന്നത്, അപ്പോൾ ഞാൻ പ്രോജക്റ്റുകൾ റെഡിയാക്കുന്നതും ഒക്കെ. അപ്പം എനിക്കത് ഒരു കാലത്തും അതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സിനിമ ഉണ്ടാക്കാനും സെക്കൻഡ് സിനിമ ഉണ്ടാക്കാനും തേർഡ് സിനിമ ചെയ്യാനും ഉൾപ്പെടെ അതെല്ലാം ഉണ്ടാക്കാനും എല്ലാം ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട്. ഇത് ഉൾപ്പെടെ അതിനെല്ലാം ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ചിലതൊക്കെ വന്നു ചേർന്ന്, ഇപ്പം തമിഴിലേക്കുള്ള എൻട്രിയൊക്കെ വന്നു ചേർന്നതാണ്. ഇപ്പം ഞാൻ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തു എന്ന് ചോദിച്ചാൽ, തമിഴിലേക്ക് പോകാൻ ടിയാൻ അതിനൊരു ഘടകമായി. ടിയാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി വിളിച്ചു, അങ്ങനെ പോയി സിനിമ ചെയ്തു. പക്ഷെ അവിടെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭാഷ അറിയില്ല, നമ്മൾ പറയുന്ന തമിഴൊന്നുമല്ലോ മനസ്സിലാക്കി, നമുക്ക് ചില ചെറിയ വാക്കുകളൊക്കെ അറിയും. അപ്പോൾ അവിടെ പോയി അത് പഠിച്ചു. അപ്പോൾ നമ്മൾ നിരന്തരം ഇതിനു വേണ്ടി, എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഇനി വരുന്ന ആളുകളോടും പറയാനുള്ളത്, നമ്മളതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്താൽ, ഇപ്പം എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്ക് ഈ പോകുമ്പോൾ എനിക്കൊരാളില്ല അവിടെ പോകുമ്പോൾ. ഞാൻ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ പോകുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, റൺവേ ബ്രണ്ടിന് ശേഷം ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആരുമില്ല എൻ്റെ മുമ്പ് എൻ്റെ കൂടെ. അത് ആരും ഇല്ലാത്തതെന്ന് വെച്ചാൽ ആരും ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ ആരും ഇല്ലാതെ തന്നെയാണ് അവിടെ പോയത്. അപ്പം ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തൊരു സൗഹൃദമുണ്ട്, ഒരു കുറേ ബന്ധങ്ങളുണ്ട്. അപ്പം അങ്ങനെ വേറൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അത് പോയി അത് ദൈവാധീനം കൊണ്ടുണ്ടായത്. പിന്നെ അവിടെ കിട്ടിയ ആളുകളെല്ലാം നല്ല ആളുകളായതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയത്. എപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ 26-ാം തീയതി
25-ാം തീയതി റിലീസാവും. സിനിമ നന്നായി വന്ന സിനിമ കുറച്ചുകൂടി നല്ല സിനിമകളും കുറച്ചുകൂടി വലിയ സിനിമകളും ഈ സിനിമ നമുക്കറിയില്ല, സിനിമയാണ്. അപ്പൊ ഈ സിനിമയാണ് അടുത്ത സിനിമയിലേക്കുള്ള ജേണി. ചിലപ്പോൾ ഇതിൽ നിന്നും വലിയ സിനിമകൾ ചെയ്യാം, അറിയില്ല എന്താണെന്ന്. അപ്പൊ സിനിമ എപ്പോഴും, പക്ഷെ ഞാൻ പറയുന്നില്ല, അത് എന്നെ ഒരിക്കലും തളർത്തുകയോ ഇല്ലെങ്കിൽ അത് തിരിച്ചു വിടുകയോ ഇല്ല. എന്നാണോ ഇത് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് എപ്പോഴും വേണ്ടത് ഒരു ശാരീരിക ക്ഷമതയും വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. കാരണം ഈ ഉറക്കമില്ലായ്മ ഉണ്ട്, ഈ രാത്രിയൊക്കെ വർക്ക് വരും. അപ്പം ഫിസിക്കൽ കണ്ടീഷനും നമ്മൾ കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്തും ഇതിന് ആവശ്യമുണ്ട്. ഒരു ഡയറക്ടർ എഫക്റ്റ് ആവുമ്പോൾ ഞാൻ പറഞ്ഞത് ഷൂട്ട് സമയത്തൊക്കെ. അപ്പൊ അതിന് ഞാൻ എപ്പോഴും പറയും, ഓടി കിടന്ന് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയം ഈ പരിപാടി നിർത്തുക, കാരണം മറ്റുള്ളവർക്ക് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. സിനിമയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ അൺപ്രഡിക്റ്റബിലിറ്റി ആണ്. അതെ, നമുക്ക് അറിയില്ല എന്താണ്. ഇപ്പൊ 25-ാം തീയതി ഇതെന്താ, ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ മുരളിച്ചേട്ടൻ സിനിമ കണ്ടു, മുരളിച്ചേട്ടൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ കണ്ടു കഴിയുമ്പോൾ റൈറ്റർ ഹാപ്പി ആവും എന്ന് പറയുന്നതാണ് ഏറ്റവും. കാരണം ഒരിക്കലും റൈറ്റർ ഹാപ്പി ആവാറില്ല. അവർ എഴുതി വെക്കുന്ന സാധനങ്ങളിൽ അത് അവരുടെ കുറ്റമല്ല, അവര് ഇമാജിനേഷൻ വളരെ ഹൈ ആയിരിക്കും. അപ്പം അവര് വേറൊരാളെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അപ്പം അവരെ ഇമാജിനേഷനൊപ്പെങ്കിലും എത്താൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ അത് മുരളിച്ചേട്ടൻ കണ്ടിട്ട് നന്നായിട്ടുണ്ട്, കൊള്ളാം, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് സിനിമ ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മുരളിച്ചേട്ടൻ കണ്ടു. ഇപ്പൊ നമ്മളെ കൂടെ വർക്ക് ചെയ്ത് അവർക്കൊന്നും അറിയില്ലല്ലോ, ഇപ്പൊ എന്റെ ഇമാജിനേഷൻ ഇതാണെന്ന് എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കോ ഇല്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതിനപ്പുറം ഇത് ഫസ്റ്റ് കോപ്പി ആകുമ്പോൾ ഇപ്പം പല ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ് സിനിമ വരുന്നത്. ഞാൻ ഓരോരുത്തരോടാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ കണ്ട ആളുകളെല്ലാം നല്ലതാണെന്ന് പറയണേ. ഇനി അത് ബാക്കിയൊക്കെ ഏറ്റവും അടിപൊളിയാവട്ടെ. ഈ അനന്തങ്കാട് വരുമ്പോഴത്തേക്ക് ഒരു പീരിയഡ് സെറ്റിംഗ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് എന്തൊക്കെ ടെക്നോളജി എന്ന് പറയുമ്പോഴും നമ്മൾ ഷൂട്ടിങ്ങിൽ ലൊക്കേഷൻ വൈസ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഒരു പീരിയഡ് സാധനം. കാരണം അത് ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിലുണ്ടായ മാറ്റം മുതൽ ടാറ്, മതിലുകളുടെ കൺസ്ട്രക്ഷൻ തൊട്ട് വീടുകളുടെ കൺസ്ട്രക്ഷൻ അടക്കം നമുക്കിത് എവിടെ ക്യാമറ വെച്ചാലാണ് നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെയാണ് ഇത്രയും വലിയ സിനിമ, ഇത്രയും ക്രൗഡ്, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പീരിയഡിൽ ഒരു സിനിമ ചിത്രീകരിക്കുന്നത്. അത് ഈ പറഞ്ഞ സെറ്റിങ്, ഇതിന്റെ ഒരു സെറ്റപ്പ് എന്നുള്ളത്, ഈ ഒരു എൻറ്റയർ പ്ലോട്ട്, പശ്ചാത്തലം, അത് അച്ചീവ് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമായിരുന്നു അല്ല. അതും ഈ നമ്മൾ നേരത്തെ ഫൈറ്റ് പറഞ്ഞതുപോലെ അത് വേറൊരു പ്രോസസ്സാണ്. അതായത് 91, 89, 91, 88, 89, 90, 91 ആണ് ഈ കഥ നടക്കുന്ന മേജർ സമയം. അപ്പോൾ അത് തിരുവനന്തപുരത്ത് 1991 ആണ് തിരുവനന്തപുരത്തെ കഥ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ എനിക്ക് എളുപ്പം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ സമയവും ആ കാലഘട്ടമൊക്കെ നമുക്ക് മുമ്പ് ഒരു പിക്ചറുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. പക്ഷെ നമ്മൾ കണ്ടു വളർന്നിങ്ങനെ പോകുമ്പോൾ നമുക്കിത് മാറ്റം അറിയില്ല. നമ്മുടെ സിറ്റിയുടെ നമ്മളെന്നും കാണുന്നത്. അപ്പോൾ മാറ്റം, വളരെ വലിയ മാറ്റം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ 96 മൊബൈൽ വന്നു. 96 ശേഷം മൊബൈൽ വന്നു. മൊബൈൽ ഭയങ്കരമായിട്ട് മാറി. ഫ്ലെക്സ് ബോർഡുകൾ വന്നു, വലിയ ബോർഡുകൾ വന്നു. ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ രീതി മാറി, ഗ്ലാസുകൾ വന്നു, മെറ്റൽ ഗ്ലാസുകളും എല്ലാം വന്നു. അപ്പോൾ സിറ്റിയുടെ മുഖച്ഛായ മൊത്തം മാറിയിട്ടുണ്ട്. റോഡുകളുടെ വീതി കൂടി, ഡിവൈഡർ വന്നു. അപ്പം നമ്മളിത് ഡെയിലി കാണുന്നതുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ പഴയ സിറ്റി ഇങ്ങനെയാണ്. അപ്പം നമ്മൾ പഴയ ഫോട്ടോഗ്രാഫ്സ് എടുക്കും, പഴയ വീഡിയോസ് കിട്ടാവുന്ന അവൈലബിൾ ആയ, കാരണം 91 ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ്. ഇപ്പോൾ ഒരു 70s പോയാൽ കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പം 91 കിട്ടാവുന്ന മാക്സിമം മെറ്റീരിയൽ കളക്ട് ചെയ്യും. അന്നത്തെ കോസ്റ്റ്യൂം, ഞാനൊക്കെ എൻ്റെ അറിയാവുന്ന കുറേ ആളുകളുടെ പഴയ ആൽബംസ് കളക്ട് ചെയ്തിരുന്നു, കല്യാണ ആൽബംസ്. അതെ, അവിടുത്തെ ഡ്രസ്സിങ് രീതികൾ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്കൊരാളുടെ ഇപ്പൊ അരുൺ മനോഹറാണ് എന്റെ കോസ്റ്റ്യൂമർ. അപ്പൊ അരുണൊക്കെ കുറച്ചും കൂടി ചെറുപ്പമാണ്. അപ്പൊ അരുണൊന്നും അത് അറിയില്ല, ആ കാലം അറിയില്ല ചിലപ്പോ. അപ്പൊ അരുണിനൊക്കെ നമ്മൾ ഇത് കളക്ട് ചെയ്ത് കൊടുത്തു. അരുണ് കൊണ്ടുവന്ന കുറെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ മേക്കപ്പ് മാനോട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഞാൻ ആ സെക്ഷനാണ് കേട്ടോ പറയുന്നത്. മേക്കപ്പ് മാനോട് പറയേണ്ടി വരും. അന്നത്തെ ഹെയർ സ്റ്റൈല്, അന്ന് കോളേജിൽ പോകുന്ന കുട്ടികൾ ഇടുന്ന പൊട്ട്, കമ്മല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഏറ്റവും ആവശ്യം ആർട്ട് ഡയറക്ടറുമായിട്ടുള്ള ഡിസ്കഷനാണ്. അന്നത്തെ സെറ്റിങ്സ്. അപ്പം നമ്മൾ ആദ്യം സീൻസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കും. സീൻസിൽ ഏതൊക്കെ സീന്, ഏതൊക്കെ സ്ഥലങ്ങളാണ്, അതില്ലാതെ നമുക്ക് ചെയ്യാം. ഒരു വൈഡായിട്ട് എല്ലാ സ്ഥലവും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള സീൻസുകൾ എവിടെയാണെന്ന് നോക്കിയിട്ട് അതിനകത്ത് ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റും പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാം സെറ്റ് ഇടാനും പറ്റില്ല. അപ്പോൾ അതിനെയും കൂടെ. അപ്പൊ ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ച് ഔട്ടറിലേക്ക് പോയാൽ, അത് കാട്ടാക്കട
കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗമുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയാൽ കുറച്ചുകൂടി പഴയ വീടുകളും പഴയ സ്ഥലങ്ങളും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വീടുകളൊക്കെ ആദ്യം കണ്ടുപിടിച്ചു. മെയിനായിട്ട് ഈ കഥ നടക്കുന്ന ഒരു പ്ലോട്ട്, ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിപ്പോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം നമ്മൾ സെറ്റ് ഇടാൻ തീരുമാനിച്ചു. അപ്പൊ സെറ്റ് ഇടുമ്പോൾ തന്നെ അത് പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള അതിന്റെ ഫോട്ടോഗ്രാഫ്സ് വേണം. അതെങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് നമുക്ക് വേണ്ട വീടുകൾ, നമുക്ക് അതിന് ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ആ ഡീറ്റെയിൽസ് കൊടുത്ത് അതിന്റെ സെറ്റ് ഇടും. ഈ സെറ്റ് ഇടൽ പോലും നമുക്ക് നമ്മുടെ ഒരു മിനിമം ബഡ്ജറ്റ് ചെയ്യുന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അതിന് VFXന്റെ സാധ്യത യൂസ് ചെയ്യും. അപ്പോഴാണ് VFXന്റെ സാധ്യതയുള്ളത്. അതിന്റെ വൈറ്റ് ഷോട്ടുകൾക്ക് വേണ്ടി അതിന്റെ എക്സ്റ്റൻഷൻ ഇത് VFX സാധ്യത. അതാണ് ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അന്ന് നമ്മളൊരു ഇമാജിനേഷൻ ഇതായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. റിസൾട്ട് കണ്ടാലേ അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷന് വേണ്ടി VFX ഡയറക്ടറെ കൊണ്ടുവരും. അയാൾ വന്നിട്ട് ബിനോയ് എന്ന് പറയുന്ന ടൈം എഫക്ട്സിന്റെ ആളുകളാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അവരുമായിട്ടൊരു ഡിസ്കഷൻ, അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണിത്. അത് സ്കെച്ച് ഇട്ടതിന് ശേഷം ഈ ലാൻഡ് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് ഓക്കെ ആണോ എന്ന് നോക്കും. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് ഞാൻ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞുവെങ്കിൽ ഇതേപോലെ ഈ സിനിമയിൽ 2-3 സ്ഥലങ്ങൾ ഇതുപോലെ അതും ഈ കാലഘട്ടം ആയതുകൊണ്ട് അവിടെ എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. അതെ, ഇപ്പം രാമേശ്വരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അവിടെയും കാലം മാറിയിട്ടുണ്ട്. അപ്പൊ അതും അവിടെയും നടക്കുന്നത് ഈ സമയത്താണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതാണ്. ഇവിടെ കുറച്ചുകൂടി ഈസിയാണ് ഈ ആക്സസ് എങ്കിൽ അവിടെ പോയിട്ട് അത് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി പാടാണ്. അപ്പൊ അത് ഡോക്യുമെന്ററീസ് ഒക്കെ കുറെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ ഡോക്യുമെന്ററികളും അന്ന് കിട്ടിയ വിഷ്വൽസും അതെ, അതിൽ നിന്ന് കുറച്ച് റിസർച്ചും പരിപാടികളും വെച്ചിട്ടാണ് അതിലേക്ക് പോയത്. പ്രധാന കഥാപാത്രമായിട്ട് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് ആര്യയെ കാസ്റ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടൊരു മലയാള സിനിമ ആയി വരുന്ന ചിത്രം തന്നെ. അവിടെ ഇതിന്റെ സെല്ലബിലിറ്റി വൈസ്, മാർക്കറ്റ് വൈസ്, ഫൈനാൻഷ്യൽ വയബിലിറ്റി വൈസ് ഒക്കെ വേണമെങ്കിൽ ഒരു മലയാളി ഹീറോയെ ആലോചിക്കാമായിരുന്നു. ഈവൻ ദോ തമിഴ് ബാക്ക്ഡ്രോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ. ബട്ട് സ്റ്റിൽ അതിലൊരു ഒറിജിൻ സ്റ്റോറി ആയതുകൊണ്ടും ആ ക്യാരക്ടറിൽ റൂട്ടഡായി നിൽക്കാനായിട്ടും തമിഴിൽ നിന്ന് തന്നെ ഒരു നായക നടൻ വേണമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. ആര്യയെ കാസ്റ്റ് ചെയ്യുന്നു. ആര്യയെ ചൂസ് ചെയ്യുന്നത് ആര്യയെ ഈ പറഞ്ഞ നിങ്ങൾ കണ്ട ആർക്കിടെക്ചറിലുള്ള പാറ്റേണിലോട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ ടൈം പീരീഡ് അന്നത്തെ ചിലപ്പോൾ ഒരു പക്ഷേ ഡയലക്റ്റ് ഇതാവണമെന്നില്ല. ഇവർ തമ്മിലുള്ള റിയാക്ഷൻ ചിലപ്പോൾ ഇത്രയല്ല, കുറച്ച് ലൗഡായിരുന്നിരിക്കും മനുഷ്യന്മാർ സംസാരിച്ചിരുന്നത്. ആര്യയെ ചൂസ് ചെയ്യുന്നത്, ഇതിനെ പാർട്ടാക്കുന്നത്, പെർഫോമൻസിൽ ലൈക്ക് അത് വിറ്റ്നസ് ചെയ്യുന്നത് എന്താ ശരിക്കും ആര്യ പിക്ക് എന്നുള്ളത്? അതിന് ആദ്യം അങ്ങനെ ചെയ്യാൻ പറ്റിയതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡ്യൂസറാണ് വിനോദ് കുമാർ. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ഷനും പ്രൊഡ്യൂസേഴ്സും ചിലപ്പം ഡിസൈഡ് ചെയ്തിരിക്കാം അവരുടെ ഒരു തീരുമാനം ഇങ്ങനെ ആയാൽ നമുക്ക് ചിലപ്പോൾ ഈ സിനിമ ഓൺ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ ഒരു ഹീറോ അല്ലാതെ നമ്മൾ ഇത്രയും വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട്, ഒരു ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ ചിലപ്പം ക്ലിയർ ആവും. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു സെയിലബിൾ ആയ ഒരു കാസ്റ്റ് ഇല്ലാതെ നമ്മളിത് ചെയ്താൽ, ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ചെയ്താൽ എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യത്തെ ഇത് ബിസിനസ് കൂടെയാണല്ലോ സിനിമ. അപ്പോൾ ആദ്യം അത് ഈ കഥയും ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇങ്ങനൊരു ടീമും അതിനകത്ത് വിശ്വാസം അർപ്പിച്ച ആള് വിനോദ് കുമാറാണ്. അപ്പം മിനി സ്റ്റുഡിയോയും വിനോദും ഈ സിനിമയ്ക്കില്ല, എനിക്കിത് വർക്കാവില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പ്രോജക്റ്റേ ഉണ്ടാവില്ല. കാരണം നമുക്ക് അറിയില്ല നമുക്കത് ഇത്രയും വലിയൊരു ബഡ്ജറ്റിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്ക് അതിനകത്തൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും സംസാരിച്ചപ്പോഴും നമുക്കത് കൊണ്ടുവന്ന് അത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പുള്ളിക്ക് അതിനകത്തൊരു ബോധ്യം വന്നു. ആദ്യം ഫസ്റ്റ് കടമ്പ അതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വിശ്വാസം ഇത് അവിടെ ഇവിടെയും വർക്കാവുന്ന ഒരു സിനിമയാണ്, അതുകൊണ്ട് നമുക്കിത് എടുക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരെയും, എൻ്റെയും മുള്ളിച്ചേട്ടൻ്റെ ഒരു തീരുമാനം, ഒരിക്കലും ഒരു ഹീറോ, ഇവിടുത്തെ ഒരു ഹീറോ ഈ സിനിമയ്ക്ക് സൂട്ടബിൾ അല്ല. എന്ന് വെച്ചാൽ അതൊരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ് സംസാരിക്കുന്ന തമിഴനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു ഹീറോ ആയിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം സിനിമ മാറിയിട്ടുണ്ട്, പഴയതുപോലെ അല്ല. അപ്പം ഇപ്പൊ തിയേറ്ററിൽ പോയിരുന്ന ഒരാളോട് പറയാണ്, ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഏത് ഹീറോ വേണമെങ്കിലും ആലോചിക്കാം, അവര് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ഹീറോ എന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കണമെന്നില്ല. നമ്മളത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതുപോലെയാവും. അപ്പൊ സിനിമ ഇനി അങ്ങോട്ട് നമുക്ക് സിനിമ ചെയ്യാനും പറ്റില്ല. കാരണം നമ്മളും പല സിനിമകളും കണ്ടിട്ട് പറയുകയും നമ്മൾ എല്ലാ സിനിമകളും കാണുന്ന ആളുകളുമാണ്. അപ്പൊ ആ ക്യാരക്ടർ ആണ് ഹീറോ എന്ന് ആദ്യം തീരുമാനിച്ചു. എന്നാൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹീറോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബിസിനസ് സാധ്യതയുള്ള ഒരു വലിയ ആള് വേണം എന്നുള്ളതും നമ്മുടെ ക്രൈറ്റീരിയ അല്ല. കാരണം സ്ക്രിപ്റ്റിൽ നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് തീരുമാനം. അപ്പൊ അതിന് ആദ്യം വിനോദ് അത് കൺവിൻസ് ആയി എന്നുള്ളതാണ്. അതിനുശേഷം ആര്യ സാറിലേക്ക് പോകുമായിരുന്നു. പുള്ളിയിലേക്ക് പോകുമ്പോഴും നമുക്ക് പുള്ളിയുടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ആര്യ എന്ന് ചോദിച്ചാൽ,
ഞങ്ങൾ ഞാനും മുരളിച്ചേട്ടനോടുള്ള പല ഡിസ്കഷനിലും വന്നിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ കടവുൾ. അപ്പോൾ ആ സിനിമയെ പറ്റിയൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ടിയാൻ പോലുള്ള സിനിമ ചെയ്ത ആളുകൾ ഉറപ്പായിട്ട് ആ സിനിമയെ പറ്റി സംസാരിക്കും. അപ്പം ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുകയും മുരളിച്ചേട്ടൻ ഈ കഥയുടെ ഈ വെട്രി എന്ന് പറയുന്ന ആര്യയുടെ കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ മുരളിച്ചേട്ടൻ ആദ്യം പറഞ്ഞൊരു കാര്യം, അയാളെ പോലെ ഭയങ്കര തീഷ്ണതയുള്ള കണ്ണുകളും തീഷ്ണതയുള്ള ഒരു മുഖഭാവവും അതുപോലെ തീഷ്ണതയുള്ള ഒരാളാണ് വെട്രി. അപ്പോൾ ആ അത് രണ്ട് ക്യാരക്ടറും രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ തീഷ്ണത വേണം, മുഖത്ത് തീഷ്ണതയുള്ള ഒരാളാണ് നോട്ടത്തിലുമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ഡിസൈഡ് ചെയ്തത് ആര്യ സാറിനോട് സംസാരിക്കാം. ഫസ്റ്റ് അത് തന്നെയാണ്. ഇത് ആക്ച്വലി ആഫ്റ്റർ സർപ്പാട്ടയാണോ അതോ സർപ്പാട്ട പരമ്പരയ്ക്ക് ശേഷമാണ്? ഇതൊന്ന് കോവിഡിന്റെ പേര് ബിഗിനിങ്ങിൽ എന്തോ സർപ്പാട്ട വന്നു. അതിനുശേഷം ഞങ്ങൾ 21 സർപ്പാട്ട. അതെ, ഞങ്ങൾ സംസാരിച്ച ഈ അടുത്ത സമയത്താണ്. ഈ ഷൂട്ടിങ്ങിന് ഒരു 8 മാസം മുന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം പുള്ളിയെ കണ്ടു, സംസാരിച്ചു, പുള്ളിയോട് കഥ പറഞ്ഞു. ഡീറ്റെയിൽ കഥയൊന്നുമല്ല പറഞ്ഞു, ഇങ്ങനൊരു പ്ലോട്ടാണ്, ഇങ്ങനെ ഇതാണ്, ഇങ്ങനെ വരുന്നൊരു കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസ് പറഞ്ഞു. എന്നാൽ തന്നെ പുള്ളിക്ക് അത് ഓക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആര്യ സാറും മലയാളത്തിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്കും ഇങ്ങനൊരു ക്യാരക്ടർ സൂട്ടബിൾ ആയിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ വരണമെന്ന് തോന്നി. അത് വളരെ സ്ട്രോങ് ക്യാരക്ടറാണെന്ന് തോന്നി. അങ്ങനെ ആര്യ സാറും ഇതിനകത്ത് എൻട്രി ആയി. നിങ്ങൾ ഇത്രയും സംസാരിക്കുമ്പോഴേ ഇപ്പോൾ ഈ സിനിമയുടെ ഒപ്പമുള്ള ജേണി വളരെ കംഫർട്ടബിൾ ആയി വളരെ കൂളായിരുന്നിട്ടാണ് ഇവരെ സ്ട്രഗിൾസ് അടക്കം എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും. എനിക്ക് ചോദിക്കാനുള്ളത്, ടിയാൻ ഇറങ്ങിയ സമയത്ത് സിനിമ തിയേറ്ററിക്കലി അടിച്ചില്ലോ അതിനപ്പുറത്തേക്ക് പാരലി ഇതിന് ഈ പറഞ്ഞ സിനിമയ്ക്കൊപ്പം തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത് വർക്കായില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ഇതിന് നേരെ ഈ പറഞ്ഞ ഇതിനോട് സപ്പോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള ചർച്ചകൾ സ്ട്രോങ് ആയിരുന്നു. ഇത്രയും ക്രൈസിസുകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ലൈവായിട്ട് റിലീസിന് ശേഷം ലൈവായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇത്തരം പോയിന്റുകൾ ഇതിനെ ഓവർകം ചെയ്യാന്നുള്ളത്, കാരണം സിനിമ റിലീസിനോടൊപ്പം തന്നെ ഇതെല്ലാം സംഭവിക്കാണല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒക്കെ ശരിക്ക് ഓവർകം ചെയ്യാൻ ഈസി ആണോ, അതോ ഈ പറഞ്ഞ ടിയാനെ ഇപ്പോൾ റീകളക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പോസ്റ്റ് റിലീസ് സിനാരിയോനെ ജിയൻ കൃഷ്ണകുമാർ എന്ന മേക്കർ എങ്ങനെയാ ഒരു റീകളക്ട്? അല്ല, ഇത് എനിക്ക് മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ വളരെ ഒന്നും മറച്ചു വെക്കാതെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ വളരെ വിഷമമുണ്ട്. ഒരുപാട് വിഷമിച്ച സമയമാണ്. കാരണം എന്താ വെച്ചാൽ, ആ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 3.5-4 വർഷം 2015 കുംഭമേള വരെ ഷൂട്ട് ചെയ്തു. അതിനകത്ത് ചെറിയ പോർഷനാണ് കുംഭമേള, പക്ഷെ അത് അതിന്റെ ഒറിജിനൽ സാധനത്തിന് വേണ്ടിയും അത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് 3.5 വർഷം ഒരു ഡയറക്ടർ 3.5 വർഷം അതിന്റെ പിന്നിൽ നടന്ന് ആ സിനിമ ഉണ്ടാക്കി. അത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആ കഷ്ടപ്പാടൊന്നും പ്രശ്നമേ അല്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നല്ലൊരു സിനിമ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അത് ആരെന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഞാനതൊരു നല്ല സിനിമ ചെയ്തു എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കണത്. അതിനുശേഷം വന്ന കമന്റ് നല്ലതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് നല്ലത്. ഞാൻ ടിയാന്റെ ഡയറക്ടറായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. കോളേജ് ഡേയ്സിന്റെയോ കാഞ്ചിയുടെയോ ഡയറക്ടറായിട്ടല്ല, ടിയാൻ ചെയ്ത സിനിമയുടെ ഡയറക്ടറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് പിന്നീട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെങ്കിലും ആ സമയത്ത് അത് തിയേറ്ററിൽ അത്ര നന്നായി, ആദ്യത്തെ ദിവസങ്ങളിൽ 2-3 ദിവസം നന്നായി പോയി. കാരണം അത് അതിന്റെ പൃഥ്വിരാജിന്റെ സ്റ്റാർഡം, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കണ്ട് ശീലിച്ച ഒരു ടെറൈൻ ഒന്നുമല്ല. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിൽ അതിന്റെ ഒരു ഇനിഷ്യൽ പുള്ളൊക്കെ നന്നായിട്ട്, പിന്നെ അത് ഗ്രാജുവലി എൻ്റെ തിയേറ്ററിൽ ആൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് ഭയങ്കര നന്നായി വിജയിക്കും, എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിൽ അത് വിജയിക്കും. കാരണം വേറൊരു ഭാഷയാണെങ്കിൽ പോലും ചിലപ്പോൾ പറയില്ലായിരിക്കും. ഇവിടെ എല്ലാവർക്കും അത് മനസ്സിലാവും എന്ന് വിചാരിച്ച് ഇറക്കിയൊരു സിനിമയാണ്. നമുക്കറിയാം ചില കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം കണക്ട് ആവും. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ആ ഫൈറ്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. പക്ഷെ അത് കണക്ട് ആയില്ലെങ്കിൽ ആ ഫൈറ്റ് എല്ലാവർക്കും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് അതിന്റെ ഇന്നർ ലേയേഴ്സിലുള്ള ചില. അപ്പൊ ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച് വന്ന സിനിമയായിരിക്കില്ല, അവരുടെ കുഴപ്പമില്ല. അത് അവർ ചിലപ്പം ഇപ്പോൾ അന്ന് അവർ ഒരു വലിയൊരു ആക്ഷൻ ഡ്രാമ സിനിമ എന്ന് പ്രതീക്ഷിച്ച് വന്നവരെ നിരാശപ്പെടുത്തിയ സിനിമയായിരിക്കും അത്. അതിന്റെ വേറൊരു ലെയർ ആയിരിക്കില്ല, ഫിലോസഫിക്കൽ ലെയറിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ അത് കണക്ട് ആയി കാണില്ല. അപ്പൊ അത് അവരുടെ കുഴപ്പമില്ല. അപ്പം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഒരു ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് നമ്മുടെ മനസ്സ് കൊടുത്ത് ചെയ്തൊരു സിനിമ അത് ഫെയിൽ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അത് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അത് ഭയങ്കരമായ അതിഭീകരമായ വിഷമം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ഇതൊന്നും അതിന്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന വിമർശനങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഈ സമയമൊക്കെ
ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ഇത് ഇത് കഴിഞ്ഞു. അപ്പൊ ഇതിങ്ങനെ നമുക്ക് മുമ്പേ ഇവിടെ ഒരുപാട് ആളുകൾ ഇതിന്നും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ട്. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു 20 കൊല്ലം മുമ്പ് ഈ സ്ഥലത്ത് വേറെ ആളുകൾ ഇരുന്നിട്ടുണ്ട്. ഇനി ഒരു 20 കൊല്ലം കഴിഞ്ഞ് വേറെ ആളുകൾ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് എന്ന് ഞാൻ എന്നോട് ഇപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ അങ്ങനെ അതങ്ങനെ എപ്പോഴും അതിനെ അങ്ങനെ കാണാൻ വലിയ പാടാണ്. പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിൽ അത് പാടാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്നോട് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞ് അതിനകത്ത് ആരെയും കൂട്ടാറില്ല. മീൻസ് ആ വിഷമത്തിലും ആ പ്രശ്നത്തിലും. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ സിനിമ കഴിഞ്ഞ് ഇപ്പം പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ സിനിമ ദൈവം സഹായിച്ച് നന്നായി വന്നാൽ കുറച്ച് ദിവസം കൂടെ പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. എന്നെ പിന്നെ കാണില്ല കുറച്ച് ദിവസത്തേക്ക്, അടുത്ത സിനിമ വരെ കാണൂല. എനിക്ക് പറയേണ്ടത് സിനിമയിലൂടെ മാത്രം പറയണ ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളല്ല പറയേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സിനിമ പറയാനാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതല്ല. അത് പറയാനുള്ള അർഹതയുള്ള ആളുകളാണ് പറയേണ്ടത്. ഞാൻ സിനിമ പറയുന്നു. അപ്പൊ ഇനി അടുത്ത് ഇതുപോലുള്ള ടിയാൻ പോലുള്ള സിനിമയാണെങ്കിൽ അത് പറയും. അത് പിന്നെ ആര് പറഞ്ഞാലും പറയരുതെന്ന് പറഞ്ഞാലും ഞാൻ പറയും. അത്രേ ഉള്ളൂ. അതിനപ്പുറം അത് നമ്മുടെ ഇഷ്ടമാണ്, പറയണോ പറയണ്ട എന്നുള്ളത്. അതിനങ്ങനെ അങ്ങ് കാണും. അതിനങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞില്ല, അത് കാണാനും അത് ഫേസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ആരും അറിയാതെ അത് ഫേസ് ചെയ്ത് ശരിയാക്കി അതിൽ നിന്ന് അടുത്തയിലേക്ക് പോകും. പിന്നെ എന്തോ ദൈവാധീനം കൊണ്ട് നമ്മൾ അടുത്ത പ്രോജക്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കുറേശ്ശെ വിടും. പക്ഷെ ടിയാൻ്റെ കേസിൽ അത് വേറൊരു സിനിമയിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ടിയാൻ്റെ കേസിൽ അതിഭീകരമായ വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് അന്ന് വിചാരിച്ചത്ര നന്നായില്ല, പോയില്ല, തിയേറ്ററിൽ പോയില്ല എന്നുള്ളത്. പിന്നീട് ഇത് എല്ലാവരും ഇപ്പൊ ഈ കോവിഡ് ടൈമിനൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ഒരുപാട് കോൾ വന്നിട്ടുണ്ട്. അയ്യോ ആ സിനിമ കണ്ട് അത് സൺ TV സൂര്യയിലൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ OTT-ലേക്കൊക്കെ വരുന്ന സമയത്ത് അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിക്കും. സന്തോഷം, അപ്പോഴും സന്തോഷമാണ്. എന്തായാലും നമ്മുടെ സിനിമ 8 വർഷത്തിന് ശേഷം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ 8 വർഷത്തിന് ആ സമയത്ത് ഇറങ്ങി ഒരുപാട് സിനിമകളുണ്ട്. ടിയാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. അന്നത്തെ എഫർട്ടായിരിക്കും, പക്ഷെ ഇപ്പോഴും സംസാരിക്കുന്നു. ഞാൻ ഇത് ടിയാൻ പറഞ്ഞോണ്ട് കണക്ട് ചെയ്ത് ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ടിയാനെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് സംസാരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് പൃഥ്വി ഇന്ദ്രയുടെ അടുത്ത് വന്നിട്ട് ആ വെളിച്ചം ഞാനാണ്, ഇയാൾ ഈ ആശ്രയം ഞാനാന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടല്ലോ. വെർബലി അത് പേപ്പറിൽ എഴുതുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും വലിയ ഡയലോഗുകളാണ്. അതിന് വേറെ ഫിലോസഫിക്കൽ നേച്ചർ ഉണ്ട്. ഇത് വിഷ്വലി കൺസീവ് ചെയ്യാന്നുള്ളത് ഉറപ്പായിട്ട് ഈ ലൊക്കേഷൻ സ്പേസ് എല്ലാം കിട്ടിയതിനു ശേഷം എങ്ങനെ ഷോട്ട് വയ്ക്കണം, ഇതിൻ്റെ ഈ പറയുന്ന സത്വം പോവാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. ആ സീക്വൻസിന്റെ എക്സിക്യൂഷൻ പാർട്ട്, കാരണം ഇത് പിന്നീട് ഇപ്പൊ ഒരു മീമായിട്ട് പോലും ആളുകൾ ഈ സീക്വൻസ് കാരണം ഇത് ഇവിടെ വേണം പ്ലേസ് ചെയ്യാം, സീരിയസ് സിറ്റുവേഷൻ പ്ലേസ് ചെയ്യാം, ഹ്യൂമർ സിറ്റുവേഷൻ പ്ലേസ് ചെയ്യാം, എന്ത് കമ്പാരിസണിൽ ഇത് കൊണ്ടുവയ്ക്കാം. ഏറ്റവും രസകരമായിട്ടൊരു കാര്യം പറയാം, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് ആ തീ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ തീ ഞാനാണ് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. രാജു ആ സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യത്തെ സീനാണ്. ഫസ്റ്റ് സീൻ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആ സീനാണ്. അപ്പം രാജുവായിട്ട് ഞാൻ അതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. രാജുവിന് അതിനു മുമ്പ് ഈ സിനിമയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ ഇരുന്നിട്ടുള്ളതല്ലാതെ രാജുവായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിച്ചിട്ടില്ല. അപ്പം രാജു ആ സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണത്. പക്ഷേ ആ സിനിമയിൽ എല്ലാ സീനുകളും അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം പ്രത്യേകിച്ച് മുരളിച്ചേട്ടൻ്റെ സിനിമ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്തൊന്നും എഴുതി ഞാൻ കണ്ടിട്ടില്ല. ഇത് വേണ്ട, ഇല്ലെങ്കിൽ അത് ഞങ്ങൾ മാറ്റി വെക്കാം എന്ന്. അത് വേണ്ടാന്നൊരു കല്ല് കിട്ടിയിട്ട് അടിയിലെ കല്ല് വലിക്കുന്നത് പോലെയാണ്. അപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിച്ചത് മൊത്തം പുളിയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സീൻ എടുക്കുമ്പോഴും അതിന് പ്രത്യേക പ്രിപ്പറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിപ്പറേഷൻ ഇല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ സിനിമയിലും അങ്ങനെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ക്യാമറയുടെ മുമ്പ് വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ക്യാമറാമാനോടും എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് പറയുന്നത്, ഇപ്പം നമ്മളിത് ഓക്കെ എന്ന് പറയുന്നത് ചരിത്രമാണ്. അത് എപ്പോഴായാലും എല്ലാ കാലത്തും. ഇപ്പൊ കോളേജ് ഡേയ്സിന്റെ ഒരു സീൻ കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്, അന്ന് ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ അന്നും ചിന്തിച്ചിട്ടുണ്ട്, ഇത് വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞില്ല 6ാം ക്ലാസ് പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് കണ്ടെന്ന്. അപ്പോൾ ആലോചിക്ക് ഇന്നും അത് പറയുന്നുണ്ട്. അപ്പം അത് സിനിമ എപ്പോഴും ചരിത്രമാണ്. അപ്പം ഞാൻ എപ്പോഴും അതിനൊരു ഭയങ്കര വില കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ സിനിമക്ക് ഞാൻ എപ്പോഴും ക്യാമറയുടെ മുമ്പ് നിർത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളോടും റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിയോടും ഭയങ്കര ബഹുമാനത്തോടെ ചെയ്യണം. കാരണം എനിക്കറിയാം ഇത് കുറേ കാലം കഴിഞ്ഞാൽ, വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കുന്ന സാധനമാണ്. അപ്പം നമ്മൾ അതിൽ ഒരിക്കലും ഒരു കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഒരിക്കലും അതിനകത്ത് എന്നാ പിന്നെ അങ്ങ് എടുത്തേക്കാം, ശരി ഞാൻ അത് പറയുമ്പോൾ ചിലപ്പോൾ എങ്ങനെ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അപ്പോൾ അത്രയും അത്
വില കൊടുത്തിട്ട് ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഷോട്ടും ചെറിയ ഷോട്ട്, ഇപ്പോൾ ഒരു സിനിമയിൽ എത്ര ഷോട്ട് ഉണ്ടാവും, ആ സിനിമയിലൊക്കെ എത്രയോ ഷോട്ടുകളുണ്ട്. അപ്പോൾ ഓരോ ഷോട്ടിനും അത്രയും വില കൊടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോഴും ആ ശ്രദ്ധ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ശരി എന്നാൽ പിന്നെ ഇതങ്ങ് എടുത്തങ്ങ് വിട്ടേക്കാം എന്ന് തീരുമാനിച്ചിട്ടില്ല. അത് അത്രയും ശ്രദ്ധ കൊടുത്താൽ അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അതാണ് ഇപ്പൊ എല്ലാരും വീണ്ടും എല്ലാ കോണ്ടെക്സ്റ്റിലും അത് കാണുന്നുണ്ടല്ലോ. ഈ തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ വെൽക്കം ചെയ്യുന്നതിൽ ട്രെയിലർ, ടീസർ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇന്റർവ്യൂസ്, ഇതിലൂടെ എല്ലാം പ്രേക്ഷകർക്ക് ഒരു വെൽക്കം നോട്ട് പോലെയാണ് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അനന്തം കാർഡിനെ പറ്റി ഈ സ്പോയിലർ ഫ്രീ ആയിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ബ്രീഫ്, കാരണം ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഉറപ്പായിട്ട് അതിൽ ഈ പറഞ്ഞ നാട്, ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ തലയിലോട്ട് വരുന്നുണ്ട്. സിനിമ കാണാത്തതിന് അറിയത്തില്ല. എന്താണ് ഇപ്പോൾ ഒരു വെൽക്കം നോട്ടായിട്ട് പറയാൻ പറ്റുന്നത്? അല്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിനിമയുടെ വിഷ്വൽസോ ഇല്ലെങ്കിൽ സിനിമയുടെ കഥയോ ട്രെയിലറോ ഒക്കെ പറയാതിരിക്കുന്നത് ഇത്തരം സിനിമകളിൽ. ഇപ്പം വേറൊരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിനകത്ത് പറയാൻ പാടില്ല എന്ന് നമുക്ക് ഇപ്പം അതിന്റെ ക്രിയേറ്റേഴ്സിന് തോന്നുന്നു, ഇത് അത് തിയേറ്ററിൽ പോയി കാണട്ടെ എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ വളരെ ഇതിനകത്ത് നമുക്ക് പ്രഷേഴ്സ് ഉണ്ട് കേട്ടോ. മീൻസ് അതെല്ലാം എനിക്ക് മാത്രമല്ല, എല്ലാ ഇപ്പം അതുകൂടെ വെച്ചുകൂടെ അല്ലെങ്കിൽ അതുകൂടെ കണ്ടുകൂടെ, അതുകൊണ്ട് അത് ചില ബിസിനസ് കാര്യങ്ങളും അതൊക്കെ സിനിമയുടെ പാർട്ടായതുകൊണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഈ ടിയാനും ഉണ്ട് അനുഭവം. ടിയാനും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ നമുക്ക് പറയും നമുക്ക് അതും കൂടെ വേണം. കാരണം അത് അവരുടെ ആരുടെയും കുഴപ്പമില്ല, അവരുടെ ബിസിനസ്സാണ്. അത് ഈ സിനിമ ഒരു ബിസിനസ് ആയതുകൊണ്ട് അത് ആവശ്യമുണ്ട്. അപ്പം ഈ സിനിമ അപ്പം എന്നാലും പൊതിയാൻ ശ്രമിക്കുന്നത്, അത് പൊതിഞ്ഞു വെക്കണം ശ്രമിക്കുന്നത് മാക്സിമം പൊതിഞ്ഞു വെക്കാറുണ്ട്. കാരണം പൊതിഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും കാണണ്ട. അപ്പൊ അത്രയും കോൺഫിഡൻസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കാണിക്കണ്ട, നമുക്ക് ഇതും കൂടി വെക്കാം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ അനന്തം കാടിനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പൊ ടിയാനും അനന്തം കാടും കൂടി വെച്ച് പറയാം. ഇപ്പൊ ഞാനും മുരളിച്ചേട്ടനും കൂടെ ചെയ്യുന്ന ടിയാന് ശേഷം ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ടിയാൻ എന്താന്ന് വെച്ചാൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിനിമ അല്ല അത്. അതിന്റെ ലേയേഴ്സും അതിന്റെ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളൊന്നും എല്ലാത്തരം പ്രേക്ഷകർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ അനന്തങ്കാടിലേക്ക് വരുമ്പോൾ അനന്തങ്കാട് എല്ലാത്തരം പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട് അതിൽ. ഈ ആക്ഷൻ, പൊളിറ്റിക്കൽ ഡ്രാമ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് കുറേ ജോണേഴ്സ് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ ഏറ്റവും എൻ്റെ സിനിമയിൽ ഞാനിപ്പോൾ വേറെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, എനിക്ക് ആ സിനിമയോട് എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയം കൊണ്ട് എനിക്ക് അടുപ്പം അതിനകത്തുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട് ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള. ആ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഉറപ്പായിട്ടും ഇതെല്ലാം ഈ പറഞ്ഞ ഘടകങ്ങൾ, ആക്ഷനും പൊളിറ്റിക്സും ഡ്രാമയും ഒക്കെ അതിലുണ്ടെങ്കിലും ആ ഇമോഷണൽ കണക്ഷൻ അതിനകത്ത് നന്നായി. അത് സിനിമ കഴിഞ്ഞ് ഇപ്പോൾ ഫസ്റ്റ് കോപ്പിയായി ക്യൂബിലേക്ക് ലോഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്കറിയാലോ, നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ ഇമോഷണൽ കണക്ഷൻസ് നമ്മൾ എന്താണോ ആ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആ കണക്ഷൻ ആളുകൾക്കും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഒരു ലോങ് കരിയറിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജുകളിൽ സിനിമ ചെയ്യുന്നു, ഓരോ സിനിമയ്ക്ക് ശേഷം അടുത്തതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അതിൽ അച്ചീവ് ചെയ്യുന്നു, അടുത്ത സിനിമ ചെയ്യുന്നു. ഈ സിനിമയോടൊപ്പം തന്നെ ചേർന്നാണ് ഈ ജേണി ഇത്രയും നാൾ പോയെന്ന് പറയുന്നു. ഇനി അങ്ങോട്ടുള്ള ജേണി, ഇതിനിപ്പോൾ ഒരു പ്ലാൻ ഉണ്ടോ, ഡിസൈൻ ഉണ്ടോ? ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 100-200 കഥകൾ ആലോചിച്ച കഥകളിൽ നിന്നായിരിക്കും ചിലപ്പോൾ അടുത്ത സിനിമ വരുന്നത്, അല്ലെങ്കിൽ ടോട്ടലി ഫ്രഷ് ആയ പുതിയ കഥയായിരിക്കാം. എന്താണ് ആഫ്റ്റർ അനന്തങ്കാട് പ്ലാൻസ് എന്താണ്? അല്ല, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ പ്ലാൻസുകളും ഇപ്പം എല്ലാവരുടെയും ആഗ്രഹം പോലെ, എല്ലാ സംവിധായകരുടെയും ആഗ്രഹം പോലെ ഇവിടെ ഉള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. അപ്പം ഈ ആഗ്രഹങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അനന്തങ്കാട് സിനിമയുടെ വിജയവും. അപ്പം നമുക്ക് ചില എയിമുണ്ട്, ഡെഫിനറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെതായ ചില എയിംസ് ഉണ്ട്. ഇങ്ങനെ സിനിമ ചെയ്യണമെന്നും മറ്റുള്ള ലാംഗ്വേജുകളിൽ സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിലും ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ക്ലാപ്പ് പിടിച്ച് തുടങ്ങിയപ്പം എൻ്റെ ആഗ്രഹം ഡയറക്ടർ ആവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ട്രൈ ചെയ്ത് ഞാൻ ഡയറക്ടറായി സിനിമകൾ ചെയ്യുന്നു. അപ്പം അതേ ആഗ്രഹം ഇപ്പോഴും എനിക്കുണ്ട്. ഈ ആഗ്രഹം ഇല്ലാതെ നമുക്ക് ജീവിക്കാനോ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ, വലിയ ആഗ്രഹങ്ങൾ മുമ്പേ ഉണ്ട്. പക്ഷെ അതെല്ലാം നടത്തിയെടുക്കുക എന്നും, അത് നടത്താൻ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടന്നു വരുന്ന ഒരു കാര്യമല്ല. നമുക്കതിന് ലക്ക്, വലിയൊരു സിനിമയിൽ ലക്ക് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് വരണം.
പിന്നെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നാണോ നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തുന്നത് അതുവരെ നമ്മളിങ്ങനെ അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ്. ഇല്ലാതെ നമുക്ക് ഇന്ന് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ഒരിക്കലും ഇപ്പം ഞാൻ അടുത്ത സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കമ്പനികൾക്ക് വേണ്ടി രൺബീർ ബ്രാൻഡിന്റെ അടുത്ത പ്രൊഡ്യൂസറിന് വേണ്ടി സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാറുമായിട്ട് സംസാരം നടക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്കറിയില്ല ഇതൊക്കെ എവിടെ എത്തുമെന്ന്. ഇപ്പൊ അനന്തങ്കാട് പോലും ഇപ്പം നിൽക്കുന്നു, ഇപ്പം റിലീസിന് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് ആയി എന്ന് പറയുന്നത്. അതെ. അപ്പൊ അത് അനന്തങ്കാട് ഏത് മൊമെന്റിൽ വേണമെങ്കിലും ഇതിനു മുമ്പ് ഒരു മൊമെന്റിൽ അത് സ്റ്റോപ്പ് ആവാം. അപ്പൊ അത് ഇവിടെ എത്തി. അത് നമ്മുടെ ദൈവാധീനമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ ഹാർഡ് വർക്കാണ്. അപ്പൊ അടുത്ത സിനിമ അങ്ങനെ തന്നെയാണ്. അടുത്ത സിനിമകൾ ഇങ്ങനെ ചർച്ചയിലുണ്ട്. പക്ഷെ അത് എന്താണ് എന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് വന്നു ചേരുമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിരാശ ഉണ്ടാവും. എല്ലാ മനുഷ്യനെ പോലെ നമുക്കും ആ ഇതൊക്കെ ഉണ്ട്, ഇമോഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഇമോഷൻസിനെ കവറപ്പ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും അത് വരും, എപ്പോഴും അത് വരും. ഞാൻ എപ്പോ ഐ ആം ദ വിന്നർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വിൻ ചെയ്യും. എപ്പോഴും ഡയറക്ടേഴ്സ് വരുമ്പോൾ ക്യൂരിയസ് ആയി ചോദിക്കാറുള്ളത്, ഇപ്പോൾ നിങ്ങളെടുത്ത സിനിമകളുടെ ജോൺറയൊക്കെ നമ്മൾ കാണുന്നതാണ്. ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകളുണ്ട്, സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമകൾ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴും നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ജോണർ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെടുത്തോ അല്ലെങ്കിൽ പറഞ്ഞ പ്രേക്ഷകരുടെ അടുത്തോ സജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിനിമ, പക്ഷെ നിങ്ങൾ കുഞ്ഞുനാളിൽ കണ്ട സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെ കണ്ട സിനിമയായിരിക്കാം, അങ്ങനെ ഒരു സജസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു സിനിമയും നിങ്ങളുടെ ഫേവറേറ്റ് ജോൺറയും അതെന്തായിരിക്കും? എനിക്ക് ഈ ത്രില്ലർ സിനിമകളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ത്രില്ലർ, എല്ലാത്തരം ത്രില്ലറും, ക്രൈം ത്രില്ലർ ആയാലും എല്ലാ സസ്പെൻസ് ത്രില്ലറും, അങ്ങനെ ത്രില്ലർ സിനിമകളോട് ഇപ്പോൾ ഒരു കോമഡി സിനിമ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഇഷ്ടമുള്ള അത് ത്രില്ലർ ജോണറിലും സസ്പെൻസ് ത്രില്ലറും ഡ്രാമ വിഭാഗവും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ത്രില്ലറാണ് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര മനോഹരമായിട്ട് താഴ്വാരം സിനിമ എനിക്ക് ഭയങ്കര, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫോറിൻ സിനിമകളൊക്കെ ഒരുപാടുണ്ട്. എല്ലാ സിനിമകളും മിക്കവാറും സിനിമകൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ലിസ്റ്റ് ചോദിച്ചാൽ ഒരു 5 സിനിമ ചോദിച്ചാൽ 5 സിനിമ പറയാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെ സാറ് അങ്ങനെ ചെയ്ത്, വരൻ സാർ അങ്ങനെ ചെയ്തത് എങ്ങനെയാണ് ആ സിനിമ. അത് ആ സിനിമ ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ മ്യൂസിക്സ്, അതിൻ്റെ ഷോർട്ട് ഡിവിഷൻസ്, അന്ന് ആ പെർഫോം ചെയ്തിരിക്കുന്ന രീതി, അന്ന് ഇപ്പോൾ കണ്ടാലും അതിൻ്റെ ഒരിക്കലും ഒരിടത്തും ഒരു ആർട്ടിസ്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്, ഞാൻ ഇപ്പോൾ ഡയറക്ടർ അതിന് ശേഷമുള്ള കാര്യങ്ങളായിട്ടോ പണ്ടും ഇതായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സിനിമ കാണാറുണ്ട്. അത് അതിൻ്റെ ഫ്രെയിമിങ്സും അതിൻ്റെ ലൊക്കേഷൻസും പിന്നെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഒരു സിനിമയാണ് താഴ്വാരം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ഈ ഫയർ മിസ്സാവാതിരിക്കട്ടെ, ഓട്ടം തുടരട്ടെ, സക്സസ്ഫുൾ ആയിട്ട് അനന്തങ്കാടും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. താങ്ക് യു.